ഉമേഷ്, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് പോസിറ്റീവായി ആരോഗ്യമന്ത്രി JP നദ്ദ പ്രതികരിച്ചു. പക്ഷെ ഒന്നിലും ഒരു ഉറപ്പില്ല എന്ന് തന്നെയാണ്. അതിപ്പോൾ ആശാ വർക്കേഴ്സ് അറിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവരുടെ പ്രതികരണം? മുൻപ് തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു, ഈ കേന്ദ്രമാണെങ്കിലും ഇങ്ങനെ പ്രസ്താവനകളും ഒക്കെ നടത്താതെ അതൊരു പ്രഖ്യാപനമായി അല്ലെങ്കിൽ ഉറപ്പായി അവർക്ക് വേണമെന്നായിരുന്നല്ലോ നേരത്തെ ആവശ്യം. തീർച്ചയായും എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും കൃത്യമായി വീക്ഷിക്കുന്നവർ തന്നെയാണ് ആശാ വർക്കേഴ്സ്. അവർ ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുമുണ്ട്. എന്നാലും പ്രതികരണങ്ങൾ തന്നെയാണ് പ്രധാനം. ഓണററി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു അഭിപ്രായവും മന്ത്രി പറയുന്നില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമാണ്. കാരണം ഓണററി വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. മന്ത്രി വളരെ ഒഴുക്കൻ മട്ടിൽ പറയുന്നുണ്ട് ഓണററി ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന കേരളമാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് ഏതോ ഒരു സംസ്ഥാനം കൊടുത്തു എന്നൊക്കെ പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ്, പോണ്ടിച്ചേരിയിൽ 10,000 രൂപ കൊടുത്തുകൊണ്ടിരുന്നത് 18,000 രൂപയാക്കാൻ തീരുമാനിച്ചു. അത് വളരെ ഒതുക്കത്തിൽ മാറ്റിവെക്കുകയാണ്. ഇതിനകത്ത് ഞങ്ങൾ ഇവിടെ നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ടാണ് പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും കേന്ദ്രം വർദ്ധിപ്പിക്കാമെന്നും പ്രഖ്യാപിച്ചത്, പാർലമെൻറ്റ് പ്രഖ്യാപിച്ചത്. അത് നടപ്പിലാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ സംസ്ഥാന ആരോഗ്യമന്ത്രി നടത്തുന്നത് വളരെ സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ വിഷയത്തിൽ നിന്ന് വഴുതിമാറിപ്പോകരുത്. ഓണററി വർദ്ധിപ്പിക്കേണ്ട സംസ്ഥാന സർക്കാരാണ്. വിരമിക്കൽ 62 വയസ്സിൽ പിരിച്ചുവിടാൻ ഉത്തരവിട്ടത് സംസ്ഥാന സർക്കാരാണ്, കേന്ദ്ര ഗവൺമെൻറ് അല്ല. അപ്പോൾ 62 വയസ്സിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കണം. പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം, പെൻഷൻ നൽകണം. ഇത് സംസ്ഥാന സർക്കാരിനെ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പ്രതികരണം എങ്ങനെയാണ്? മന്ത്രിയുടെ പ്രതികരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ്, കേന്ദ്രം തരാമെന്ന് പറഞ്ഞതിനെ മന്ത്രി വളരെ പോസിറ്റീവായി കാണുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തെ സമ്പൂർണ്ണമായും മറച്ചു വെക്കുകയാണ്. തീർച്ചയായിട്ടും ചർച്ച നടത്തണമല്ലോ. ചർച്ച നടത്തുമ്പോൾ ഓണറത്തെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചും സ്പെസിഫിക്കായി ചർച്ച ചെയ്യണം തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അതിനെ സംബന്ധിച്ച് ചോദിക്കാൻ പോയതിന് തൃപ്തരാണ്. കാരണം ഒരു സംസ്ഥാന മന്ത്രി തന്നെയാണ് ചോദിക്കേണ്ടത്. സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞത്. എപ്പോൾ, എങ്ങനെ, എപ്പോൾ തരുമെന്ന് ചോദിക്കേണ്ടത് സംസ്ഥാന മന്ത്രിയാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ ഓണററിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, നിലവിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെയാണ് ചെയ്യേണ്ടത്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് പറയില്ല. അവിടെ കൈരളി ചാനൽ ചോദിക്കുന്നത് കേട്ടു, അവിടെ സമരക്കാരുടെ പിടിവാശി ഉപേക്ഷിച്ച് പോകാൻ നോക്കുന്നത്. സമരക്കാർക്ക് പിടിവാശിയില്ല. സമരക്കാർ 51 ദിവസമായിട്ട് ഉറച്ച നിലപാട് നിൽക്കുകയാണ്. പിടിവാശി ആരാണ് കാണിക്കുന്നത്? ഈ ഓണറേറിയം വർദ്ധിപ്പിക്കില്ല എന്ന പിടിവാശി ആർക്കാണ്? 1000 രൂപയായിരുന്ന ഓണറേറിയം 7000 രൂപയാക്കിയെന്ന് പറഞ്ഞത് സംസ്ഥാന സർക്കാരല്ലേ വർദ്ധിപ്പിച്ചത്. അപ്പം സംസ്ഥാന സർക്കാരിനെ അത് പറ്റുള്ളൂ മന്ത്രിയുടെ പ്രസ്താവനയിൽ തന്നെയുണ്ട്. അങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ ഈ 7000 രൂപ എന്ന് പറയുന്നത് അതുകൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് വന്നത്. അതിന് വർധനവുണ്ടാകാതെ പിരിഞ്ഞു പോകുന്ന യാതൊരു കാര്യവും അവശേഷിക്കുന്നില്ല. അതായത് ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നഡ്ഡ പാർലമെൻറ്റിൽ പറഞ്ഞ വിഷയമാണ്. പക്ഷേ ഓണറേറിയത്തെ കുറിച്ച് സംസ്ഥാന മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. അതെ, മന്ത്രി അത് വളരെ ഒഴുക്കത്തിൽ വളരെ വളരെ സൗകര്യപൂർവ്വം അത് മാറ്റിവെച്ചതായിട്ടാണ് കാണുന്നത്. കാരണം ഈ പാർലമെൻറ്റിൽ എങ്ങനെയാണ് ഈ ചർച്ച വരുന്നത്? അത് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതിന് അനുസരിച്ചല്ല കേന്ദ്ര ആരോഗ്യമന്ത്രി നദ്ദ പാർലമെൻറ്റിൽ ഇത് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത്. അത് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തിക്കൊണ്ടിരുന്ന സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന കേന്ദ്ര മന്ത്രിയും അതോടൊപ്പം പാർലമെൻറ്റിലെ മറ്റംഗങ്ങളും കോൺഗ്രസിൻ്റെ അടക്കമുള്ള മറ്റ് MP ഇവിടെ വന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ആവശ്യപ്രകാരം ഈ സമരഭൂമിയിൽ വന്ന് നടത്തിയ ഐക്യദാർഢ്യത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഇത് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശക്തമായി ആവശ്യപ്പെടുകയും കേന്ദ്ര ആരോഗ്യമന്ത്രി അതിനെ ആവശ്യപ്പെടുകയും അത് വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ പ്രഖ്യാപനം മന്ത്രി ഒന്നുകൂടെ അരക്കിട്ടുറപ്പിച്ചു. ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത് എപ്പോൾ തരുമെന്നോ എത്ര രൂപ വർദ്ധിപ്പിക്കുന്നോ ഈ ദിവസം വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് പ്രഖ്യാപിച്ച് അവിടെ തന്നെ ആ പ്രഖ്യാപനത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, പക്ഷേ ഒരു കാര്യമുണ്ട്, സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അത് കൃത്യമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് വരേണ്ടത്. ആ നിലയ്ക്ക് ഞങ്ങളതിനെ ഒരു ശുഭസൂചകമായി കാണുന്നു. പക്ഷേ ഓണറേറിയവും വർധനവും അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു അഭിപ്രായങ്ങളും മന്ത്രി പറഞ്ഞു കേട്ടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കേട്ടതിനനുസരിച്ച് അത്തരത്തിൽ യാതൊരു അഭിപ്രായവും പ്രകടിപ്പിച്ച് കണ്ടില്ല. സമരവുമായി മുന്നോട്ട് തന്നെയാണ്, സമരവുമായി മുന്നോട്ട് പോകും.
വ്യക്തമാണ്. ഇത് തന്നെയാണ് മന്ത്രി ഈ ഓണറേറിയം വിഷയത്തിൽ മാത്രം മന്ത്രി കൃത്യമായ നിലപാട് പറയുന്നില്ല. സ്വാഭാവികമായി അത് തന്നെയാണ് പ്രാഥമികമായ ആവശ്യം. ഓണറേറിയം തന്നെയാണ്. ആ ഓണറേറിയം വിഷയത്തിൽ പ്രതികരിക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ അതിൽ തീരുമാനമാകാത്തിടത്തോളം കാലം അതിൽ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് ആശാ വർക്കേഴ്സ്. ഉമേഷ്, ഒരു കാര്യം, അതായത് ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ആശാ വർക്കേഴ്സിനെ അറിയിക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നു. മറ്റൊന്ന്, ഈ ഇത് കൂട്ടുമ്പോൾ 60% കേന്ദ്രവും 40% സംസ്ഥാനവുമാണ്. അപ്പോൾ ആ 40% സംസ്ഥാനം കൂട്ടാൻ തയ്യാറാണ്. ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്ന നിരക്ക് 1000-ൽ നിന്ന് 7000 ആക്കിയത് കേരളമാണ്. ഇതുപോലെ പോണ്ടിച്ചേരി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതേ ഉള്ളൂ എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശാ വർക്കേഴ്സിന്റെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു പ്രസ്താവന കൊണ്ട് സമരം അവസാനിക്കില്ല എന്ന്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സമരം ഈ ഒരു പ്രസ്താവന കൊണ്ട് സമരം അവസാനിക്കില്ല. സ്വാഭാവികമായി ചർച്ചയ്ക്കുള്ള സാധ്യതകളും ചർച്ചയ്ക്കുള്ള വഴികളും അവർ പൂർണ്ണ അർത്ഥത്തിൽ തുറന്നിടുന്നുണ്ട്. ഒരു പിടിവാശിയും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഒപ്പം നിലവിൽ പിരിച്ചുവിട്ടവർ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമരം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയവർ, അവർക്കെല്ലാം കൃത്യമായി ഈ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക. ഒപ്പം നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ മാസ ശമ്പളം അല്ലെങ്കിൽ മാസം ഓണറേറിയം എന്ന നിലയിൽ 21,000 രൂപ അനുവദിക്കുക. ഒപ്പം വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾ കൃത്യമായി അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി പറഞ്ഞ വാക്കുകൾ മാത്രമാണ് ആശാ വർക്കേഴ്സിനും അറിയാവുന്നത്. ഈ മന്ത്രി പറഞ്ഞ വാക്കുകളിൽ നിന്നാണ് അവർ ഈ പൂർണ്ണമായി അല്ലെങ്കിൽ ഓണറേറിയം വിഷയത്തിൽ പൂർണ്ണമായ മറുപടി ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ആ സാഹചര്യത്തിൽ മന്ത്രിയുടെ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകും? സ്വാഭാവികമായി സമരം ഇതേ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. മന്ത്രി ഇപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ അല്ലേ? എന്തായാലും ഓണറേറിയം എന്നുള്ള വിഷയത്തിൽ കൃത്യമായി പറയുന്നില്ല. 40% സംസ്ഥാനം നൽകണമല്ലോ എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. അതെ, അത് ഇതിനകത്ത് പുതിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കാരണം കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ നദ്ദ 3 ആഴ്ച മുമ്പ് പ്രഖ്യാപിച്ചാണ് നമ്മുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ആശാ സമരവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്രത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യേണ്ട വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാതെ ഇൻസെൻറ്റീവിൻ്റെ കാര്യം ചർച്ച ചെയ്യാനാണ് പോയിരിക്കുന്നത്. അവിടെ പോലും എന്താണ് പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് എന്താണ് അവരുടെ തീരുമാനം എന്ന് പറയുന്നില്ല മിനിസ്റ്റർ. അതല്ലേ പറയേണ്ടുന്നത്, അത് ഇവിടെയല്ലേ ചർച്ച ചെയ്യേണ്ടുന്നത്, ഇവിടെയല്ലേ പരിഹരിക്കേണ്ടുന്നത്. ശരി, അത് തന്നെയാണ്.